നമ്മൾ ഇന്നലെ ഇവിടെയാണല്ലോ കടന്നിരുന്നത്. എന്നിട്ട് രാവിലെ നീച്ച് നോക്കുമ്പോൾ അവിടെ കുളിച്ചാൻ വന്ന ആൾക്കാർ പറയണേ ഇവിടെ ശരിക്കും നമ്മൾ ഇന്നലെ കഴിച്ചിലായതാണെന്ന്. ഇവിടെ 5-6 ആനകളും നിറച്ച് ആനകൾ വന്ന് വള്ളം കുടിച്ചിരുന്ന സ്ഥലം അത്രേ. ഇന്നലെ എങ്ങാനും ആ ആനകൾക്ക് വരാൻ തോന്നിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ വ്ളോഗ് എടുക്കാൻ നമ്മൾ ഉണ്ടാവില്ല. ഹലോ മൈ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പറയാം, ചൂണ്ടലൊക്കെ പിടിച്ച് കാണി നമ്മൾ നട്ടപ്പാടി പോവാണ് ചൂണ്ടലിടാൻ വേണ്ടിയിട്ട്. അത് വെറും ചൂണ്ടൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ബോട്ടൊക്കെ ആയിട്ടാണ് പോകണം. ബോട്ടൊക്കെ കാറ്റടിച്ച് നിറപ്പിച്ചിട്ട് അവിടുത്തെ പുയലിട്ടിട്ട് നമ്മൾ ചൂണ്ടലിടും. പിന്നെ പോരാത്തതിന് ഇന്നാ നമ്മളവിടെ ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യാണ്. ഫുഡൊക്കെ നമ്മൾ തന്നെ വെച്ചിട്ടുണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു മൂഡിലാണ് പോണത്. വണ്ടിയിൽ ഫുള്ള് സാധനങ്ങൾ സെറ്റ് ചെയ്തിരിക്കണ്. ലബി അതാ മണ്ടണു ഇൻ്റർവെട്ട്. ലബി ടെൻ്റ് ഉണ്ട്, 2 ടെൻ്റ് ഉണ്ട്, 2 ചൂണ്ടലുണ്ട്, ഇത് ചാക്കിൽ ബോട്ടാണ്, പിന്നെ ഗ്യാസും കുറ്റി ഉണ്ട്, വണ്ടിയിൽ ഫുൾ സെറ്റാണ്. അപ്പോൾ നമ്മളെല്ലാവരും എന്നാ വെളിച്ചല്ലല്ലോ, അവിടെ വെളിച്ചല്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മളെന്നാലേ ആണ് പോയോക്കട്ടെ കേട്ടോ. ശരി. അപ്പോൾ ഗൈസ് നമ്മൾ അട്ടപ്പാടിയിൽ എത്തിയിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു സ്പോട്ടിൽ വന്നിട്ട് നമ്മളിവിടെ ടെൻ്റ് അടിക്കാനുള്ള പ്ലാനാണ്. വണ്ടി ഇവിടെ നിർത്തിക്കണ്. അതിൻ്റെ അപ്പുറത്ത് നിറച്ച് പോയാണ്. അവിടെ ഒരു മലകളൊക്കെയാണ്. ഇവിടെ നിറച്ച് മണലല്ല, ഒരു പുഴൻ്റെ ഒരു സൈഡിലൊരു പുഴയിലുണ്ടാകണം അങ്ങനത്തെ ഒരു പ്രദേശമാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെയാണ് ടെൻ്റ് അടിക്കാൻ പോണത്. ഇവിടെ ആനൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഫുള്ള് ഇത് കൊടുത്തിക്കണ്, എന്ത് ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിക്കണ്. ഷോക്ക് അടിക്കുന്നുണ്ട് എല്ലാത്തും. ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സേഫാണോ ചോദിച്ചാൽ അത്രയ്ക്ക് സേഫൊന്നുമല്ല. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ കത്തിച്ചിട്ടേ ഇടും. ഏത് ക്യാമ്പ് ഫയറൊക്കെ ചെയ്യുമ്പോൾ ആനകളൊന്നും വരില്ല എന്നാണ് ആൾക്കാർ പറയല്. പിന്നെ എന്താ വെച്ചാൽ ചിത്രനൊക്കെ ഇങ്ങനെ കാട്ടിലൊക്കെ നിൽക്കണുണ്ടിക്കണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ധൈര്യത്തിൽ പിന്നെ അല്ലല്ല എന്തായാലും യുദ്ധമൊക്കെ വരികയാണ്, എന്തായാലും മരിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്നാൽ അങ്ങനെ നോക്കാം നമുക്ക്. നമ്മൾ ഇനി ഇവിടെ വന്നിട്ടിപ്പോൾ സ്പോട്ട് നോക്കി, അതായത് പുഴയിൽ കുറച്ച് വെള്ളമുള്ളൂ. അപ്പോൾ നമ്മൾ ബോട്ട് ഇറക്കാൻ പറ്റില്ല. പിന്നെ പോരാത്തതിന് തവളാപ്പോട്ടിലുണ്ടെങ്കിൽ മീൻ ഉണ്ടാവില്ല എന്നർത്ഥം. അല്ല ഇജ്ജ് പറഞ്ഞോ, ഇജ്ജ് മടിച്ചണ്ട പറഞ്ഞോ. അന്നെ നാളെ വെക്കും ഞാൻ, അന്നെ നാളെ $1 ഞാൻ. അല്ല ഇജ്ജ് പറഞ്ഞോ ഉണ്ടാവും. അപ്പൊ തവളാപ്പോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മീൻ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ഓൻ്റെ സൗണ്ട് കേൾക്കണതിന് സൗണ്ട് മാറ്റിയിട്ടൊക്കെ പറയാം. അപ്പോൾ ഓക്കെ ഗൈസ്, എന്തായാലും നമ്മളെ ബാക്കി കാര്യങ്ങൾക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഇവിടെ ലാൻഡ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ഡിപ്പാർച്ചർ നോക്കാം. ഇവിടെ ആരൊക്കെ വന്ന് നിന്ന് പോകണൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അവിടെ കത്തിച്ച ഇതൊക്കെ കാണാണ്ട്. അപ്പോൾ ആരൊക്കെ വന്ന് നിന്ന് പോകണ സ്ഥലം തന്നെ. അവിടെയൊക്കെ അടിപൊളി സ്ഥലമാണ്. ഞാൻ അതിന് മുന്നേ അങ്ങോട്ട് വന്നിക്കണേ. അവിടെ പറയണേ, അവിടെ മരങ്ങളൊക്കെ ഉണ്ട്. അവിടെ രാവിലെ ഭയങ്കര വൈബാണ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇവര് ഗൂഗിൾ മാപ്പൊക്കെ നോക്കിക്ക, എന്നിട്ട് തെറ്റിന്ന്. ഞാൻ പറഞ്ഞു ഈ റോഡ് തന്നെയാണ് പറഞ്ഞു ഞാൻ വന്ന സ്ഥലം. അപ്പോൾ ഓല് പറയാം ഇവിടെ പോയല്ല, ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പോയല്ലാന്ന്. ഞാനാണ് പറഞ്ഞു ഇജാണ് വണ്ടി വിട്, ബാക്കി ഞാൻ നോക്കിക്കോളാം പറഞ്ഞു. അതേമാതിരി ഇവിടെ കറക്റ്റ് ആ സ്ഥലത്ത് എത്തിക്കണം. അങ്ങനെ തന്നെ ഉണ്ടായിക്കണേ അല്ലേ? പടച്ചോനാണ് അങ്ങനെ തന്നെ ഉണ്ടായിക്കണേ. ഓനവിടെ വന്ന മുതലേ ചാടാൻ തുടങ്ങിക്കണം. ഓന് ഫുള്ള് ഇത് നോക്കി നടക്കാണ്, മീനുണ്ടോ നോക്കി നടക്കുക. ഏതൊക്കെ സ്പോട്ടിലാ മീനുള്ളത്. നമ്മളിവിടെ വന്നിട്ട് എവിടെയെങ്കിലും തെന്നി അടിച്ച് കടന്നുറങ്ങാനോ നോക്കിയിട്ട്. ഓനങ്ങനെയല്ല, എന്തൊരു ആനയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? എടാ ഡോർ അടച്ചിട്ടില്ല നമ്മൾ? ഇല്ല, അടച്ചിക്കണം. എന്നാലും എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പോരി. ഓക്കെ ഗൈസ്, ലബീബ് പറഞ്ഞു മീൻ എന്ന് പറയല്ലേ, ഫിഷ് എന്ന് പറയാൻ പറഞ്ഞേക്കണേ. കാരണം എന്താ വെച്ചാൽ ഓന് മറ്റേ ഫിഷിംഗ് അസോസിയേഷൻ്റെ കമ്മിറ്റിയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. കാസ്റ്റിംഗ് എന്നൊക്കെ പറയാം, മീൻ പിടിച്ചാന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ ആർക്കോ വിളിച്ചിട്ട് ഞങ്ങൾ മീൻ പിടിച്ചാൽ പറഞ്ഞാൽ പോകാൻ പറയാം. അതൊന്നും പറയല്ലേ, അത് നമ്മുടെ സ്റ്റാൻഡേർഡ്, ഓൻ്റെ സ്റ്റാൻഡേർഡിന് ബാധിക്കും കാസ്റ്റിംഗ് എന്ന് പറയാൻ. നമുക്ക് മാൻ്റെ സൗണ്ട് അല്ലത്, മയിലാവും. എന്തായാലും മായാണ്. ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഇവിടെ ഈ പുഴ ഉള്ള കാരണേ, ഇവിടെ പുഴയാണ്, അപ്പുറത്ത് കാടാണ്. ഇതൊക്കെ ഫോറസ്റ്റ് ആണ്. അതൊക്കെ അവിടെ കാട്. വ്ളോഗിലാണ്, നിങ്ങളോടല്ല, കാടാണ്. അപ്പോൾ ആനകളൊക്കെ വന്യമൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്നൊരു സ്ഥലമാണ് ഇത്. അട്ടപ്പാടി ഉള്ളവർക്ക് അറിയാണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതോ ലബി ബ്രോഷനെ കാണിച്ചു കൊടുക്കി. ലബി ബ്രോഷൻ ഓനെന്തിനകത്ത് പിടിച്ച് നടക്കണമെന്ന് അറിയോ? ഓനെ കാണാതിരിക്കാൻ. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ലൈറ്റ് ഇങ്ങോട്ട് അടിച്ചാൽ കാണൂലല്ലോ. അപ്പോൾ സാബുവിന് ബാഡായി തുടങ്ങലടക്കി ഇങ്ങോട്ട്. അതായത് നമ്മളെ ക്യാമറ പിടിച്ചിരിക്കണ ചെക്കനാണ് സാബു, അറിയണ്ടാവും. അപ്പോൾ ഓനക്ക് ബാഡായി തുടങ്ങി. ഓനക്ക് ഇങ്ങനത്തെ ടെൻറ്റ് സെറ്റപ്പ് ഒന്നും പറ്റില്ല. ഓനക്ക് റിസോർട്ട് ഇതൊക്കെ വേണം. അപ്പോൾ ഓനക്ക് ഇപ്പം തന്നെ ബാഡായി തുടങ്ങിയിരിക്കണ്. എന്നും ഇങ്ങനെ റിസോർട്ട് കടന്നാൽ മതിയോ സാബു? ഇങ്ങനെയൊക്കെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. ഇതൊക്കെ തന്നെ ജീവിതം. പിന്നെ നമ്മൾ പോകുമ്പോൾ മണ്ണിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഓൻ്റെ മുഖമൊക്കെ ആകെ അങ്ങോട്ട് മാറിക്കണം. കാരണം എന്താ വെച്ചാൽ ഓനക്ക് ഇതൊന്നും പറ്റൂല. ഓന് പെരയിൽ ആംബിയൻസ് ഇല്ല പറഞ്ഞിട്ട് റിസോർട്ട് പോയിക്കല, പെരയിൽ നിൽക്കലില്ല ഓന്. സാബുവിനെ കാണിച്ചാൽ സാബുവിനെ ആൾക്കാർക്ക് അറിയാം. അതാണ് സാബു. ഇപ്പോൾ റമളാനായിട്ടുള്ള ഷോ ആണിത്. തൊപ്പിയൊക്കെ ഇട്ടിട്ട് സാബു 2 വാക്ക്.
റിസോർട്ടിൽ പോകാൻ ബോധ്യമായിട്ടില്ല. ഇതൊക്കെ അവസാന വരവരാവും. തമാശല്ലേ ഇത് ഇങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞേക്ക് ഇത് പല ആൾക്കാരും ഇതുള്ളതാണ്. ട്രാവലോഗ് ചിത്രം കണ്ടില്ല. സത്യം അത് ഓരോരുത്തർക്കും ഓരോ മൂടനുസരിച്ച്. എനിക്ക് ബാഡ് ആയിട്ടല്ല ഇതിപ്പോ ഇത് നമുക്ക് ശരിയാവൂല. നമ്മള് അത് ഓക്കെ ആവൂല. അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ട്. അതൊന്നുണ്ട് ചോനെ അയച്ചാല് നമുക്ക് നമ്മളെ ജീവിതശൈലി റെഡി ആവില്ല. ഇക്ക് ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, ഇത്രേ ഉള്ളൂ. ഇവിടെ നമ്മൾ ടെന്റ് അടിക്കാൻ പോണത്. അപ്പൊ നമ്മളിന്ന് നമ്മളിന്ന് ഇവനെ ഇത്ര നേരം ടോർച്ച് അടിച്ചിടന്നേ വെറുതെ അല്ല, അതൊക്കെ നോക്കുകയാണ്. കഴിവുണ്ട്. എല്ലാ പൊന്തയിലും പോയി ടെന്റ് അടിച്ച് ശീലണ്ടേ. പൊന്തയില് മാത്രം പൊന്തലേപ്പി. അപ്പൊ ഗൈസ് എന്തായാലും നമ്മള് ബാക്കി പരിപാടികൾ നോക്കാം. പുതിയ ടെന്റ് വാങ്ങിയ കേട്ടോ. ഇത് ഇന്ന് നമ്മൾ ഡെക്കാത്തലോണ് പോയിട്ട് വാങ്ങിയത്. നമ്മൾ ഈ ഒരു വീഡിയോക്കും വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് വാങ്ങിയ എൻ്റെ അടുത്ത് വേറെ ടെന്റ്, ഇതേപോലത്തെ വേറെ ടെന്റും കൂടി ഉണ്ട്. ഇതൊന്നും വാങ്ങിയ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ മൊത്തം യൂട്യൂബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വരുമാനം ഒന്നും യൂട്യൂബിൽ നിന്നൊന്നും കിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ എന്നാലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താലേ ഇങ്ങോട്ട് തരുള്ളൂ. ഇപ്പോൾ അത്രക്ക് നമ്മൾ ഒരു വീഡിയോക്ക് തന്നെ നല്ല ചിലവുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും നോക്കണില്ല. നമ്മളിപ്പോൾ എന്നോട് അൻഷിഫ് മുനിക്കൽ പറഞ്ഞിരിക്കണേ, ഇത് പറഞ്ഞാൽ റബ്ബർ കൃഷി മാതിരിയാണ്. നമ്മളിപ്പോൾ നട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ കുറേ കാലം കഴിഞ്ഞാൽ ഇത് നമുക്ക് പിന്നെ നടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ വെട്ടിയാൽ മതി, പാലിങ്ങനെ കിട്ടും. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക, വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അങ്ങോട്ട് തന്നെ ചിലവ്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, യൂട്യൂബിൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറച്ചിലേട്ടാലും എൻ്റെ മൈക്ക് എടുത്ത് ഇറങ്ങലൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരം ഞാൻ വലിയ വ്ളോഗർ, എനിക്ക് അത്ര വ്യൂസൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു വ്യൂസും ഇല്ല. സത്യാവസ്ഥ അതാണ്. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വേണം എനിക്ക് കഴിച്ചിലാവാൻ. അപ്പം ഇനി ഞാൻ ടെൻറ്റ് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ ടെൻറ്റ് അടിച്ചിരിക്കണ്. ഇപ്പോൾ ടെൻറ്റ് ഓൾമോസ്റ്റ് അല്ല, മൊത്തത്തിൽ പരിപാടി കഴിഞ്ഞിരിക്കണ്. ഇനി ഇതാ നമ്മളിത് വേറെ ടെൻറ്റും കൂടി ഉണ്ട്, അതും കൂടി അടിക്കണം. പക്ഷേ അതിൻ്റെ ഒരു കമ്പി പൊട്ടിക്കണ്. ഇതിൻ്റെ പഴയ ടെൻറ്റാണ്, അത് ഞാൻ കേടായിക്കണ്. പക്ഷേ ഇതിൻ്റെ കമ്പി ഒറ്റയ്ക്ക് ഡെക്കാത്തലോണിൽ കിട്ടില്ല. അത് എല്ലാവരും ഡെക്കാത്തലോണിലും വേണമെന്നാണ്. ഡെക്കാത്തലോണിൻ്റെ മലയാളി ഒന്നും അല്ലല്ലോ. ഇനി ഇത് ആൾ കാണുന്നില്ല, എന്നാലും ഇതിൻ്റെ ഒരു മനസ്സമാധാനത്തിന് പറയാം. അതുകൊണ്ട് പറയണതാണ് കേട്ടോ. അപ്പോൾ കമ്പി മാത്രമായിട്ടും കിട്ടണം ഈ ഡെക്കാത്തലോണിൽ. പക്ഷേ സൈറ്റിൽ കിട്ടുന്നുണ്ടോണു. അപ്പോൾ നമുക്ക് അർജൻറ്റ് ആയതുകൊണ്ട് ഞാനൊരു ടെൻറ്റ് വാങ്ങി. പഴയ ടെൻറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു കമ്പി പൊട്ടിക്കണം. അപ്പോൾ ഇനി നമ്മളെന്തായാലും എന്താ ചെയ്യണമെന്ന് അറിയോ, നമുക്കിവിടെ ലൈറ്റ് ഇടണം. നമ്മൾ ഫോണിൽ ഇതിൻ്റെ ടോർച്ച് ലൈറ്റിൻ്റെ ഒക്കെ ചാർജ് ഇപ്പോൾ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി എന്ത് ചെയ്യണം, ക്യാമ്പ് ഫയർ ചെയ്തിട്ട് ലൈറ്റ് ഉണ്ടാക്കണം. ലൈറ്റിൻ്റെ ഉപകാരം ഒന്ന് വെളിച്ചം, രണ്ടാമത്തെ പറഞ്ഞാൽ മൃഗങ്ങൾ വരില്ല, ലൈറ്റ് കണ്ടാൽ. അങ്ങനെയൊക്കെയാണ് പറയണേക്കണേ. ഇനി വന്നാൽ നമ്മളോട് പറയരുത്. അല്ല പറയാൻ ഞങ്ങൾ ഉണ്ടാവില്ല. നമുക്കേ ഇതെടുക്കാൻ പോവാം. വറകെടുക്കാൻ പോവാം. വരി. അല്ല മുമ്പിൽ ആരെങ്കിലും നടക്കി എന്നാ പോവാ. വറക് ഇവിടെ ഒരു വറക് വേട്ടുണ്ടോ, പേപ്പറുണ്ടോ? അല്ലേ നമ്മൾ വറക് ഇറങ്ങിയല്ലേ. അപ്പൊ ഇത് പോയ കിട്ടില്ല, കാട്ടിൽ കയറണം വറകിനെ. ഇങ്ങോട്ട് കയറി ഷടാ വരുമ്പോ എന്നാ പരിന്ന് 2 വറകും കൊള്ളി എടുത്തായിരുന്നു. നമ്മളൊരു വറകും കൊള്ളി തിരഞ്ഞിട്ട് ഒരു 1.5 മണിക്കൂറായി ഇപ്പം നടക്കുന്നു. തവളാപ്പോട്ടിൽ ഇഷ്ടം പോലെ. അങ്ങോട്ട് ഒന്ന് കാണിച്ചു കൊടുത്താ. ഇതിൽ കണ്ടമാനം മീനെ കിട്ടുട്ടോ. ഇഷ്ടംമാതിരി തവളാപ്പോട്ടില്ല, ഇഷ്ടംമാതിരി കാണാണ്ടായില് കണ്ടമാനം, എത്രത്തോളം അല്ലേ. ഈ തവളാപ്പോട്ടിലിനായിട്ട് എന്താ കാര്യം രബിയെ? ഒരു കാര്യമില്ല, ചുടാൻ പറ്റൂല. ഇതൊന്ന് തവളാപ്പോട്ടിൽ ഫ്രൈ ആക്കിയാലോ? തവളാപ്പോട്ടിൽ ഫ്രൈ ആക്കാം. മുളക് ഉപ്പൊക്കെ തേച്ചിട്ട്. ഇജ്ജ് കൊടുന്ന തുണിയല്ലേ, കത്തിക്കാൻ കൊടുന്ന തുണിയല്ലേ? അതെന്തായാലും നമ്മളെന്തായാലും എവിടുന്നേലും ഒപ്പിക്കും. അപ്പം നമുക്ക് ഇനി വറക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഗൈസ് കണ്ടോ, ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ കത്തിക്കറുത്ത സാധനം കളഞ്ഞ്. അപ്പം ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വറക് എവിടുന്നേലും കിട്ടിയാൽ പിന്നെ നമ്മൾ ഇതിന് തെണ്ടി നടക്കേണ്ടി വരും. അപ്പം നമ്മളെ അടുത്തുള്ളൊരു സാധനം നമ്മൾ കളയരുത്, മനസ്സിലായോ? അത് നമ്മളടുത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിട്ട് കളയരുത്. അത് എപ്പോഴേലും നമുക്ക് ഉപകാരപ്പെടും. ഓക്കെ,
അല്ലേ നമ്മൾ മീൻ തപ്പി ഇറങ്ങിയതാ അതോ വറങ്ങോളി തപ്പി ഇറങ്ങിയ ഓ ഫുള്ള് മീൻ തപ്പുക ഇവിടെയൊക്കെ നിറച്ച് മണലാട്ടോ അല്ല നമ്മളിപ്പോ 2 ടീം ഉണ്ടായിനല്ലോ വറകണ്ടാ എന്താ നമുക്ക് ഇവിടെ ഇട്ട് വേണോ ഈ ഡയലോഗ് അടിച്ചിട്ട് ഇത് ബ്രട്ട് എവിടെ ഇത് പുലിയുടെ കാട്ടാ ഇത് പുലിക്കാട്ടമാണോ ആട്ടുംകാട്ടമാ എടാ ചങ്ങ ഇത് കാളക്കാട്ടാണ് ഇത് കാളക്കാട്ടാണ് ഇത് ഏതെങ്കിലും സ്വാമിമാർ കൂടോത്രം ചെയ്യാൻ കൊടുന്ന ചങ്ങാനാണോ പറയാൻ പറ്റൂല അപ്പൊ ഈ ചോട്ടിയോ കാളക്കാട്ടല്ലേ കുഴപ്പമില്ല നാളെ ലബിഡി ഉണ്ടാവും ഇവിടെ അല്ല ഇവിടെ എവിടെ കക്കൂസ് കിട്ടിയോ അടിച്ചോ അവിടെ കിടില്ല സ്ഥലം ഉണ്ട് കേട്ടോ മൂട്ടിൽ തിരികാന് അതിനല്ലേ ശീലകഷ്ണം മൂട്ടിൽ തിരികാനേ കത്തിച്ചാനെങ്ങായി അങ്ങനെ അപ്പൊ കറ കിട്ടിയില്ല വറക് അതാ വറകിനും ആയതല്ലേ കിട്ടിയില്ല കേട്ടോ ഞാൻ പറയുമ്പോ അവിടെ എവിടെയും പോയിട്ട് എടുത്തിട്ടുണ്ടോ നോക്കാം അപ്പൊ ഇതെന്തിനാണ് അപ്പൊ ഇതെന്തിനാ ഇവിടെ ഇൻസ്റ്റാമാർട്ടിൽ വറക്ക് കിട്ടോ ഇൻസ്റ്റാമാർട്ടിൽ അല്ല സ്വിഗ്ഗി ഹോട്ടലിന് 4 വറക് 10-500 കൊടുത്ത് മേടിച്ച് പോന്നാൽ മതിയായിരുന്നു എത്രങ്ങാനും ഹോട്ടൽ വണ്ടിന്റെ ബാക്കിൽ ഇടും ചെയ്യാനും അല്ലേ അല്ലെങ്കിൽ സാബുവിന്റെ തലയിലേറ്റായിരുന്നു തരികെ വെച്ചിക്കണു ഇപ്പൊ പോയിട്ട് വന്നാലോ വറക് കിട്ടും സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ച് പോവാം. ഇവിടെ ഒരു ടെന്റ് അടിച്ചിക്കണ് അതുപോലെ തന്നെ ഇവിടെ ഒന്ന് അടിച്ചിക്കണ് കേട്ടോ ഇവിടെ അപ്പൊ 2 ഇതെന്താന്ന് അറിയോ ഗിംബലായോണ്ടാണ് ഇത്ര ടൈമിങ് ഇതുമ്മേ കൺട്രോൾ ചെയ്യുന്നത് കയ്യുമ്മ തിരിച്ചാൻ പറ്റൂല ഇതുമ്മേ സ്വിച്ചാണ് അതുകൊണ്ടാട്ടോ അപ്പം എന്നാലേ അത് പറയാൻ വേണ്ടി വന്നാണേ ഓക്കെ എന്നാ അപ്പം നമ്മൾ കൊടുന്ന സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ഗൈസ് ഇത് നമ്മളെ സ്റ്റൗ വിത്ത് ഗ്യാസ് കുറ്റി ചെറിയ ഗ്യാസ് കുറ്റി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ അങ്ങോട്ടൊന്നും അടിക്കും ലൈറ്റ് കുഴപ്പമില്ല അപ്പോൾ സ്റ്റൗ വിത്ത് ഗ്യാസും കുറ്റി പിന്നെ ഇമ്മാനെ കാണാതെ കൊടുന്ന ചട്ടി അതിന് നമുക്ക് ഓംപ്ലേറ്റ് കണ്ടോ ഒരു കമ്പിയൊക്കെ മറന്നു വെച്ചിക്കണേ പിന്നെ അതുപോലെ തന്നെ ചൂണ്ടലുണ്ട് പിന്നെ വീണ്ടും ഇമ്മ അറിയാതെ കൊടുന്ന ചായ ഉണ്ടാക്കല്ല പാത്രം ദാൻ ഇങ്ങോട്ടൊന്ന് അടിക്കും പിന്നെ ഇമ്മ കാണാതെ കൊടുന്ന പഞ്ചാര ഉപ്പ് ചായപ്പൊടി പിന്നെ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങിക്കണ് സാബുവിന് വേണ്ടിയിട്ട് സാബു വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ കുളിക്കാൻ വേണ്ടി 2 തോർത്ത് ചൂണ്ടല് ഇതില് ബോട്ടാണ് ഈ ചാക്കിൽ ബോട്ടാണ് അത് നമ്മൾ നാളെ കാണിച്ചു തരാം പിന്നെതാ ഇത് എന്നോ ഇതിൽ വെച്ച ഡ്രസ്സാണ് പിന്നെ ഇതിലൊരു ബാഗ് ഉണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തന്നെയാണ് മെയിൻ കാര്യം തല പോത്തിന്റെ കാല് കുതിര മോശമല്ല ഇവിടെ ചെയ്യുന്നട്ടാ തല വാല് കൊടലിന്റെ വാല് കുതിരന്റെ തമാശല്ല ഇങ്ങനെ തന്നെ വരാ ടെന്റിന്റെ ഉള്ളിൽ ഇങ്ങനെ എത്ര ആളുണ്ട് ഈ ട്രാവലൊക്കെ ചിത്രനൊക്കെ സമ്മതിക്കണല്ലേ അട്ടപ്പാടിക്ക് ശ്രീലങ്ക പോയി സുഹൃത്തുക്കൾ ആരുമില്ല എന്നിട്ട് സംസാരിക്കണ്ട ആരോടെ ഒന്ന് സ്ഥലം അവിടെ ആൾക്കാർ മീൻ പിടിച്ചാൽ ആൾക്കാരില്ല അതാ ലൈറ്റാ കാണുന്നത് മീൻ പിടിക്കണ്ട പേടിപ്പിക്കല്ലേ നായി കേട്ടോ കറണ്ടിന്റെ സൗണ്ട് കേട്ടോ തൊട്ട ഷോക്കൊന്നും അടിക്കില്ല അതണ്ട കറണ്ട് കമ്പിയാണ് കറണ്ട് കമ്പി അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വറകും ഇതൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് വന്നിക്കാണ് ഇവിടെ നമുക്ക് എന്തായാലും കിട്ടുക നോക്കാം പിന്നെ കറണ്ട് കമ്പിമ്മ ഇതാക്കല്ലേ കറണ്ട് കമ്പിമ്മ തൊടല്ല കേട്ടോ ഇതെന്താ പ്രശ്നം എന്ന് പറയാം പോയിന്റെ വക്കായണ്ട് ഒക്കെ നനവുള്ളതാണ് എടാ പൊട്ടാ മണ്ടനാവല്ലേ കറണ്ട് കമ്മി അതല്ല നമുക്ക് ഇടല്ലേ അറിയാം മരത്ത് ഷോക്ക് അടിക്കൂല സത്യം ഇതൊക്കെ മതിയോ ഇത് ഇങ്ങനത്തെ പോരെ ഇതുകൊണ്ടാവും കത്തിക്കാൻ അത് മുള പച്ച മുള സാബു ഞാനൊന്ന് വിചാരിച്ചു അഭിനയിക്കാന്നാ
ശരിക്കും മണ്ടനല്ലേ റൈറ്റ് കൂടെ നടക്കേ തൊട്ടപ്പം കിട്ടോ സ്റ്റെപ്പ് നീ കൂടതാ പാറട്ടോ സ്റ്റെപ്പ് എന്തിനാ ഈ കാട്ടില് സ്റ്റെപ്പ് നിഡൂകത നോക്കി നോക്കി അടാ അങ്ങനെ കാണിച്ചു കൊടുത്തു ഇതാ കടക്കണു സുഹൃത്തുക്കളെ ആരോ കത്തിച്ച സ്ഥലത്ത് നമുക്ക് കള്ളുടിച്ചൊക്കെ ചെക്കന്മാര് തൊട്ട കാഫറാവും തൊട്ടില്ലെങ്കിൽ കാഫറാവും പിന്നെ ഗൈസ് കുറെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മളോട് വീഡിയോ ലെങ്ത് കൂട്ട് ആകെ 5-6 മിനിറ്റ് ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്താ സംഭവം എന്നറിയോ നമ്മളെ ഈ 5-6 മിനിറ്റ് ഇട്ടിട്ട് തന്നെ ആകെ 1000 വ്യൂസ് ഒക്കെ ഉള്ളു കിട്ടുന്നത് അപ്പം ഇനി നമ്മൾ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒന്നിട്ട് ആരും കാണൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ വ്ളോഗുകളുണ്ട് നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ച് വ്ളോഗ് ഇടും ഇനി നമുക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വലിയ വ്ളോഗ് ഇടും നമുക്ക് അത്യാവശ്യം നമുക്ക് വ്യൂസ് ഉണ്ട് ഏതിന് ചെറിയ ഷോർട്ട് റീൽസിനുണ്ടല്ലോ റീൽസിന് നമുക്ക് വ്യൂ ഉണ്ട് പക്ഷേ ഈ വലിയ ലെങ്തി വീഡിയോസിന് നമുക്ക് യൂട്യൂബ് വ്യൂസ് തരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ലെങ്തി വീഡിയോസ് ഇങ്ങനെ ഇട്ടിട്ട് ആൾക്കാരെ മടുപ്പിക്കാതെ എൻഗേജ്മെൻറ്റ് റേറ്റ് കൂട്ടിയിട്ട് ചെറിയ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ വീഡിയോ ഇടുമ്പോൾ നോർമലി യൂട്യൂബ് നമ്മളെ ലെങ്തി വീഡിയോസ് റെക്കമെൻഡ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമ്മളിങ്ങനെ മെല്ലെ ഇങ്ങനെ ലെങ്ത് കൂട്ടി വരുന്നുണ്ട് ഇപ്പോൾ 2 ദിവസം മുന്നൊക്കെ 4 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ അല്ലേ ഉണ്ടാകുന്നത് ഇനി നമ്മളിത് 6 മിനിറ്റ് ആക്കും 10 മിനിറ്റ് ആക്കും 20 മിനിറ്റ് ആക്കും 1 മണിക്കൂറാക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ സംഭവം അനാൻസൊക്കെ 350 മിനിറ്റ് ഇട്ടാലും ഒരു പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ ഓൽക്കൊക്കെ അത്ര വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ വീഡിയോസ് അങ്ങനെയല്ല ആൾക്കാർ കാണൂല അതുകൊണ്ടാണ് പിന്നെ ഓരോ വീഡിയോസൊന്നും നമ്മളത് വെച്ച് കമ്പയർ ചെയ്യാനും പറ്റില്ല ഓരോ അത്യാവശ്യം ഭയങ്കര വലിയ ഓഡിയൻസ് അല്ലേ നമുക്ക് അത്ര ഓഡിയൻസ് ഇല്ലല്ലോ നമ്മൾ പാവപ്പെട്ട വ്ളോഗറല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഗായ്സ് നമുക്ക് അങ്ങനെ ഒരു ലോഡ് വറ കിട്ടിയാണ് അപ്പം നമുക്ക് ഇനി ഒരാഴ്ച കത്തിച്ചല്ലേ അല്ലേ ഇതുകൊണ്ട് ഒരാഴ്ച കത്തിച്ചാൻ പറ്റുമോ എവിടെയാണ് അടിയില അപ്പൊ ഗൈസ് ഞാനേ വ്ളോഗ് കട്ടിയാണ് പണി എടുക്കട്ടെ അല്ലേ മോശമാണ് അത് കുഴപ്പമില്ല ഗൈസ് അപ്പൊ നമ്മൾ വറകേറ്റിപ്പോ എന്റെ കൗത്തില് തോളില് വറകാട്ടോ അതുകൊണ്ടാണ് ഗൈസ് അപ്പൊ നമ്മള് ഒന്ന് ടെന്റ് ഇവിടെ അടിച്ച് കടക്കാൻ പറ്റുമോ നോക്കി കാരണം എന്താ വെച്ചാൽ ഇവിടെ പറഞ്ഞാല് ഭയങ്കര കല്ലാണ് അപ്പൊ സാബു കടന്ന് അപ്രൂവൽ ഇട്ടിരിക്കുന്നു കാരണം സാബുവിനാണ് തീരെ പറ്റുക ഒന്ന് കടന്നു നോക്കാം അപ്രൂവൽ ആയ ബ്രോ അപ്പൊ ഇവിടെ തന്നെ കിടക്കാം ഗൈസ് അപ്പൊ നമ്മൾ തുണി കുപ്പായൊക്കെ മാറ്റി നമ്മളല്ല ഞാൻ മാറ്റി കാരണം എന്താ വെച്ചാൽ ഞാൻ ഹുഡീസ് ആട്ടി നല്ല ചൂടെടുക്കണ്ടായിരുന്നു ചുട്ട് പുകയാണ് ഇവിടെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ വെച്ചാൽ ഹുഡീസ് ഒക്കെ ഇട്ടിട്ട് നിൽക്കാല പണിയെടുക്കാനുള്ള ക്ലൈമറ്റ് ഒന്നുമില്ല ഹുഡീസ് ഇട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മൾ ഇനി ഇത് പൊട്ടിച്ചട്ടെ എവിടെ പോ പൊട്ടിച്ചോ അയ്യോ പൊട്ടിച്ചിട്ട് നമ്മള് ക്യാമ്പ് ഫയർ ചെയ്യാൻ പോകണം തുണി അവിടെ ഗൈസ് അങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി ഒരു വിറക് പൊട്ടിച്ചു പരിപാടി ഇങ്ങനല്ല ഉള്ളിക്കരിക്കോ ആ പരിപാടി എങ്ങനെ അത് പിടിച്ചു കൈ പോട്ടോ മുട്ടക്കണ്ട അടിയായിരുന്നല്ലേ ഇങ്ങനൊക്കെ തന്നെ ആവൂല ഓരോ വീഡിയോസ് വരുന്നേ സാമാനത്ത് മുകളിലൂടെ ആ പൊട്ടൂലടാ ഇപ്പോഴാ മനസ്സിലായത് ആ മോത്ത് കടിച്ചല്ലാണ് കത്തിണ്ട് നമ്മളെടുത്ത് കത്തിയോടെ ആ കത്തിര ചെറിയ പോവും കത്തി നല്ല മുറിച്ചല്ല വെറുതെ കളയണ്ട അത്ര സീന കത്തി നമ്മൾ എടുക്കണില്ല കേട്ടോ എന്നാ വാ നമ്മൾ കളക്ട് ചെയ്ത വറക് കാണിച്ചു കൊടുക്കുക നമ്മൾ ഇവിടെ കണ്ടമാനം വറക് ഉണ്ട് കേട്ടോ അത് നമ്മൾ കളക്ട് ചെയ്താണ് ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്താ കേട്ടോ ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്താ ആയി വാ ഇത് ഞാൻ അടിപൊളിയായിട്ട് പൊട്ടിക്കും വാ ഇത് പൊട്ടിക്കണ വീഡിയോ എടുക്ക് ഗൈസ് സിമ്പിളാട്ടോ ഞാൻ ദരിദ്രവാസി അപ്പോൾ ഗൈസ് നമ്മൾ കൊടുന്ന വർഗങ്ങളൊക്കെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ വെച്ച് കത്തിക്കാൻ പോവാണ്
അങ്ങനെ ഗായ്സ് നമ്മളെ ഇത് കത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മളെന്ത് കത്തിക്കണെന്ന് അറിയോ? ഇതിങ്ങനെ വെച്ചിട്ട് ഇതെന്തിനാ ഈ അടിയിൽ കല്ലെന്തിനാ വെച്ചിക്കണെന്ന് അറിയോ? ഇതിങ്ങനെ നിൽക്കാൻ, ഇല്ലെങ്കിൽ ഈ വിറക് ഇങ്ങനെ നിൽക്കൂല. ഇങ്ങനെ കൂട്ടി നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതിങ്ങനെ ചുറ്റി കെട്ടി, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പതറും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, നമുക്ക് പെട്രോൾ ഒന്നുമില്ല. അപ്പം നമ്മൾ ഓംപ്ലേറ്റ് ഇടാൻ വെളിച്ചെണ്ണ വാങ്ങിനു. അത് ഇതുമ്മക്കൂടിയൊക്കെ ആക്കി, എന്തുമ്മക്കൂടി മറ്റേ വിറകുമ്മക്കൂടി. ഇതൊക്കെ നമ്മളെ ചെക്കൻ്റെ ഐഡിയ ഉണ്ടോ? ഓൻ ഇങ്ങനത്തെ ഇതൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് കുറച്ചുള്ള എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ചാർജ് ഇല്ല. ഇതന്നെ ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഓൺ ആക്കിയിട്ടിട്ട് ചാർജ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്, കുത്തിവെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് 4 സാധനങ്ങൾ നമുക്ക് ഇതാക്കണം. 4 ഇല്ലെങ്കിൽ 3 എന്തായാലും ചെയ്യണം. ഒന്ന് പറഞ്ഞാൽ ഫോണ്, 2 ലൈറ്റ്, അയ്യോ സോറി ഇത് അങ്ങനെ ഇട്ടല്ല കേട്ടോ, ഇത് എണ്ണിയതാണ്. 3 ഇത് മറ്റേ മൈക്ക്. ഗൈസ് അപ്പം എന്നാൽ അത് കത്തി തുടങ്ങിക്കണു. ഞാൻ എന്നാലും ഫോൺ കുത്തിയേക്കട്ടെ. ബാക്കി കാര്യങ്ങൾ ഞാൻ ഓരോന്നായി അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ഇതിന് വാങ്ങിയതാണ്. എന്തിനാണ്? സവാള എന്ന് പറയണേ, ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വാങ്ങിയാണ്. പക്ഷെ ഇതിപ്പോ നമ്മൾ ഇതൊക്കെ ആക്കിയാണ് ഇനി ഓംപ്ലേറ്റ് എന്തുകൊണ്ട് ഉണ്ടാക്കുക? എടാ മണ്ട, ഓംപ്ലേറ്റ് ഉണ്ടാക്കണ്ടേ? എടാ ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ ഇതോ ഗൈസ്. അപ്പം നമ്മളെ എന്താ ഇത് കത്തണില്ല, മറ്റേ ടെൻ്റല്ല മറ്റേ ക്യാമ്പ് ഫയർ. അപ്പം നമ്മൾ എന്ത് ചെയ്യണു, ഇതിന്ന് വണ്ടിയിൽ നിന്ന് എണ്ണ എടുക്കണം കേട്ടോ, എന്നിട്ട് ഇത് കാക്കും. എന്താണ് ഗൈസ്? അപ്പോൾ ഇത് നടക്കൂലെന്ന് തോന്നുന്നത്. കാരണം എന്താ വെച്ചാല് ഗൈസ് ഇത്ര വലിയ പൈപ്പ് വെച്ചിട്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ മോട്ടർ വെച്ചടിക്കേണ്ടി വരും. കാരണം ഇത് വലിച്ചാൽ കേറൂല. അതിന് കോരാൻ പറ്റുമോ? കോരാനോ? അതെന്താ കിണറോ? ഞാൻ കാര്യം പറ്റേ, ഇത് തുണിയോട്ട് തുടക്ക്, എന്നിട്ട് ആ തുണിയോട്ട് ചെയ്യട്ടോ. എന്ത് എവിടുന്നാണ് സ്ഥലം? എവിടെ സ്ഥലം? കാട്ടക്കടയാണോ? അത് നിന്നിക്കണ് കേട്ടോ, കത്തൽ നിന്നിക്കണ്. അപ്പൊ ഗായ്സ് ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കല്ല, ഞാൻ ടെൻ്റ് എന്താണ് ഇതിന് പറയാ, അടുപ്പ് കത്തിച്ചാൻ പോവാണ്. വെറൈറ്റി അടുപ്പാണ്. ഇതാദ്യം നമ്മളിതിങ്ങനെ ലോഡാക്കണം. ലോഡാവണല്ലോ. പക്ഷെ ഇനി ഇതുമ്മ കത്തിച്ച് നമ്മൾ ജയിച്ചു. ഓംപ്ലേറ്റ് അല്ലേ ഫസ്റ്റ് ഉണ്ടാക്കണേ? മാഗി ഇവിടെ കിട്ടണല്ലേ? റെഡ് ബുൾ. ഇനി എന്താണ്ടാവാന്ന് പറയാം. അടുത്ത നമ്മളെ ക്യാമ്പിങ്ങിന് എന്തുണ്ടാവില്ല, ഈ വക ലാഗുകൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ പിന്നെ ഇങ്ങനത്തെ ആവർത്തിക്കൂല. അതെ. അല്ല വെളിച്ചെണ്ണ അവിടെ സാബു എടുത്തോ? സാബു ആണ് ഈ വെളിച്ചെണ്ണ എടുത്തേക്കണം. സാബുവോ സത്യം പറ, ഇതിന്റെ ഫുൾ എണ്ണ ഉണ്ടായിനാലോ ഇത് കത്തിച്ച് കഴിഞ്ഞപ്പോ? ബാക്കി അവിടെ സത്യം പറഞ്ഞോ? അതിന് പ്രശ്നേ. അത് നിർത്തിക്കോ. ആദ്യം ചട്ടി റെഡിയാക്കണം, അല്ലെങ്കിൽ എണ്ണ അങ്ങനെ പോയി. എന്ത് ചട്ടി കറക്റ്റ് ആക്കണം. അതല്ല എണ്ണ ഒരു സൈഡിലേക്ക് നമ്മള് പെരയിലെ ആൾക്കളിയിലല്ലേ ഇപ്പൊ? അതല്ല എന്നാലും റെഡിയാവണ്ടേ? ഇനിയിപ്പോ മറ്റേ ദാസനെ വിളിച്ചിട്ടുണ്ട് ഒരു വാട്ടർ ലെവലൊക്കെ കറക്റ്റ് ആക്കാൻ തേപ്പേരനെ. ഇത് കത്തിക്കണം ആദ്യം, ഇത് കത്തിക്കണം. ഇനി ഒരു അവസരം കിട്ടിയാൽ താങ്കൾ ഞങ്ങളിപ്പോ പോരുമോ? എനിക്ക് മറ്റേ പൂരമണിക്ക് പോയിട്ട് നമുക്ക് ഒരു ബുൾസൈ ആദ്യം അടിക്കാം. ബുൾസൈ ഓരോന്നടിക്കാം. പിന്നെ ഇത് ഉപ്പിടണ്ടേ? ഉപ്പതിൽ അങ്ങനെ ഇടേ. അല്ല ബുൾസൈ എങ്ങനെ കോഴിമുട്ട അടിച്ചിട്ട് എടുക്കല്? മുട്ട അങ്ങോട്ട് വാ. ഗൈസ് അപ്പൊ ഞങ്ങൾ മുട്ട എടുക്കാൻ വന്നിക്കാണ് ബാക്കിക്ക്, വണ്ടിന്റെ ബാക്കിക്ക്. മുട്ട അവിടെ ഗൈസ്, മുട്ട മുമ്പിലാണ്. വലിയ മുട്ട. ഇപ്പൊ എത്ര മുട്ട കയ്യിലുണ്ട്? ഇപ്പൊ 21 മുട്ട ഉണ്ട്. കവറിൽ 20ഉം ഇന്റെ അടുത്ത് 1. സോക്ക് ചെയ്തെടുക്കേ? 2 ബ്രെഡ് സോക്ക് ചെയ്തെടുക്കണോ അവന്? ഇതൊക്കെ എവിടുന്ന സോക്കിയ പറഞ്ഞ? വള്ളത്തിലിട്ടക്കാ പൊട്ട ടോസ്റ്റ് ചെയ്തെടുക്കാണ്. ബ്രെഡോ? ബ്രെഡ് വള്ളത്തിലിട്ടിട്ട് പരിപാടി. എന്ത് പരിപാടിയാ? ആ പരിപാടി എന്ന് പറയാം. ബ്രെഡ് ടോസ്റ്റ് അല്ല, ബ്രെഡ് സോക്ക് ചെയ്ത് വെച്ചാലോ? സംബന്ധം ഉദ്ദേശിക്കുന്നത് ബ്രെഡ് ടോസ്റ്റ് ചെയ്താണ്. മണ്ടനെ. ഇതിപ്പോ എന്താ കത്തുണ്ടോ? ഓ അല്ല കത്തില്ല, പക്ഷെ എന്നാലും ആവും. കണ്ടോ ചൂടുണ്ടോ? അപ്പൊ എടുക്കണ്ടല്ലോ. ഒന്ന് കത്തിച്ചോളാം വേണമെങ്കിൽ. എടുക്കട്ടോ, ഒന്ന് കത്തിച്ചോളാം. ഇല്ല ഒന്നാവൂല. വേടുത്തോ വേഗം പൊക്കിക്കോ. കത്തിക്കട്ടെ. ഇപ്പൊ ഇട്ടു.
അത് ഞാൻ കഴിച്ചോളാം, നോ പ്രോബ്ലം. കൊട്ടി ഐ കഴിച്ചാനൊന്നുമില്ല. ആ കൊട്ടി അവിടെ വേണ്ട കോരാൻ എന്താ കച്ചവടം എടുക്കാൻ പറ്റും. അയ്യോ ഞാടാ കുരുമുളക് കിട്ടിയില്ലല്ലോ. ഞാടാ ഇഷ്ടം. മോനെ നമ്മളെ അടുക്കള കൊറേ വിരകിയ തന്നെ, അതൊന്നും പോരാ. ഇന്റെ മുട്ടല്ലേ, ഞാൻ നാട്ടോളാം. മാറിക്കേ ആദ്യമായിട്ടാണ് ബുൾസൈ മറിച്ചിടുന്നത്. പൂരപ്പണിക്കാവില്ല, പൊന്തപ്പണിക്കാവും. എന്നാ നാക്കുണ്ട്. ഗായ്സ് ഇങ്ങനൊക്കെ തന്നെയാണ് ഓരോ ബുദ്ധികൾ തന്നെ. ഗായ്സ് അടുത്തതായി നമ്മൾ ബ്രെഡ് സോക്ക് ചെയ്യാൻ പോണ്. പിന്നെ നേരത്തിൽ വെക്കൂലട്ടോ ബ്രെഡ്. എടാ മണ്ട എളുപ്പപ്പണി നോക്കിട്ട് മണ്ടത്തരം കാട്ടില്ലേ, മണ്ടത്തരം കാട്ടിട്ടല്ല ആണത്തൊന്നും തെളിയിക്കുക. എനിക്ക് നഷ്ടപ്പെട്ട 3 കോടി ചെലവാക്കി 5 കോടി ചെലവാക്കുന്നത് മണ്ടത്തരം കാട്ടിട്ടല്ല ആണത്തരം. ആ അത് കീറി, അത് പാളി. ആ എണ്ണ നോടല്ലേ ഇക്കും എണ്ണ വേണ്ട, എണ്ണ വേണ്ട. ഇതെടുക്കില്ല, ഇപ്പൊ അത് രണ്ടും ഇല്ലാതാവും. പാളി അയ്യോ നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സത്യമായിട്ടും കിടിലൻ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയോണ്ട് പറയല, നമ്മൾ ഇത്ര റിസ്ക് എടുത്ത് ഉണ്ടാക്കുമ്പോ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെ നമുക്ക് തിന്നുമ്പോ. സോക്കിങ് അടിപൊളി, സോക്ക് ചെയ്തോ പിന്നെ സോക്ക് ചെയ്യാൻ എണ്ണ വെച്ചിട്ടല്ലോ കേട്ടോ, ബട്ടറൊക്കെ ഇട്ടിട്ടാ സോക്ക് ചെയ്യാ. വെളിച്ചെണ്ണ ഇട്ടിട്ട് ടോസ്റ്റ് ചെയ്യണ ആദ്യത്തെ ആളാണ്. ആടാ വേറെ നിർത്തിയല്ല വെച്ചിട്ട് പെട്രോൾ ഇട്ട് സോക്ക് ചെയ്യാൻ പറ്റുമോ? വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ അവൻ അടുത്ത പെട്രോൾ ഇട്ടാക്കും. ബ്രെഡ് ടോസ്റ്റ് സോക്ക് ഇനി അവർക്ക് താങ്കൾ അങ്ങനെ പറയോ? ഒരു അവസരം കിട്ടിയാൽ ഇങ്ങനെ കുത്തിച്ചാ ഗായ്സ്. അപ്പൊ നമ്മളിതാ സാബു ഉണ്ടാക്കിയ കട്ടൻ ചായ കുടിക്കാൻ പോവാണ്. ഇത് കുടിച്ചാൽ ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ട് അഭിപ്രായം പറയാം. സാബുവിന്റെ അവർക്ക് മനസ്സിലാണോ? കിട്ടില്ല ചായ എന്ന് പറയാൻ പറ്റില്ല, നോർമൽ ചായ കഴിഞ്ഞിട്ടെങ്കിലും രസമുണ്ട്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഓക്കെ ഗായ്സ്, നമ്മളിഞ്ഞ് ബാക്കി കാഴ്ചകളൊന്നുമില്ല, കടക്കാൻ കയറാം. അപ്പൊ എന്നാ ബാക്കി നമുക്ക് കഴിക്കാം. ഓക്കെ, അത്തായുണ്ട്. നമ്മൾ ഇന്നലെ ഇവിടെയാണല്ലോ കടന്നിയത്. എന്നിട്ട് രാവിലെ നീച്ച് നോക്കുമ്പോൾ അവിടെ കുളിച്ചാൻ വന്ന ആൾക്കാർ പറയണേ ഇവിടെ ശരിക്കും നമ്മൾ ഇന്നലെ കഴിച്ചിലായതാണെന്ന്. ഇല്ലെങ്കിൽ എന്താ വെച്ചാല് ഇവിടൊക്കെ ഇവിടൊക്കെ 5-6 ആനകളും നിറച്ച് ആനകൾ വന്ന് വെള്ളം കുടിച്ചിരുന്ന സ്ഥലം അത്രേ. ഇപ്പൊ ഇന്നലെ എങ്ങാനും ആ ആനകൾക്ക് വരാൻ തോന്നിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ വ്ളോഗ് എടുക്കാൻ നമ്മൾ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഇനി ഇതൊക്കെ കെട്ടയച്ച് പോവാണ്.